ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് ഗാർഡൻ. എൻ്റെ ഗാർഡൻ്റെ ചെറിയൊരു ഭാഗമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഈ ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ലീഫ് പ്ലാന്റ്സും അതുപോലെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ് എന്ന് പറയുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആണ്, എല്ലാവർക്കും തന്നെ അറിയാം. ടർട്ടിൽ വൈൻ ആണത്. ഇത് പിന്നെ നമ്മുടെ കണ്ണാടി ചെടി. ഇതിൻ്റെ കണ്ണാടി ചെടി എൻ്റെ ആകെ 2 വെറൈറ്റി ആണുള്ളത്. അതിൽ ഒരു കളറാണിത്. ഇത് നല്ല ഒരു ഡാർക്ക് റെഡിഷ് കളറാണ്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ഇല എന്ന് പറയുന്നത് കലാത്തിയാണ്. സെബ്രീന കലാത്തിയ എന്നാണ് ഇതിൻ്റെ പേര്. അതിൻ്റെ തന്നെ 2-3 പോട്ടിലാക്കിയിട്ട് ഞാനിത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ എന്താ പറയുക, ഓർക്കിഡിൻ്റെ പോട്ടിൽ ഒരു കവറിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതെന്ന് പറയുന്നത് അഗ്ലോണിമയാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു അഗ്ലോണിമയാണ്. അതിൻ്റെ ലീഫ്, അതായത് ഗ്രീൻ ലീഫിന് നടുവിൽ കൂടെ ഒരു റോസ് ലൈനൊക്കെ പോയിട്ട് നല്ല ഭംഗിയുള്ള അഗ്ലോണിമയാണത്. പിന്നെ ഇത് കാണുന്നത് നമ്മുടെ ഫിലാഡെൻഡ്രോൺ ആണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പം മഴക്കാലമായ കാരണം ഇതെല്ലാം സൺഷെയ്ഡിൻ്റെ താഴെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ നേരത്തെ കാണിച്ചത് അത് ക്രോട്ടൺ പ്ലാന്റ് ആണ്. പിന്നെ വീണ്ടും അതുപോലെ ഇപ്പോൾ കാണിക്കുന്നത് മെക്സിക്കൻ പെറ്റൂണിയാണ്. ഇതിൻ്റെ പൂവെല്ലാം ഇട്ട് കഴിഞ്ഞു. അത് നിറയെ മുട്ട ഇട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും അത് വിരിയാറുണ്ട്. പിന്നെ ആ കാണുന്ന അഗ്ലോണിമ പറയുന്നത് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയാണ്. പിന്നെ ഇത് കലാത്തി തന്നെയാണ്. പിന്നെ അഗ്ലോണിമ, പിന്നെ വൈറ്റ് അരേലിയ ഉണ്ട്. വൈറ്റ് അരേലിയ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉള്ളത്. ഇതൊന്ന് നമുക്ക് വേണമെങ്കിൽ കമ്പുകൾ വെട്ടിയിട്ട് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചൈനീസ് ബോൾസ് ആണ്. ഇത് ഈ പിങ്ക് ഷെയ്ഡുള്ളതാണ് എൻ്റെ ഉള്ളത്. ആകെ ഒരു വെറൈറ്റി ഉള്ളൂ എൻ്റെ കയ്യിൽ. നന്നായി തന്നെ മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. മഴ പെയ്ത കാരണമാണ് ഇലകളിലൊക്കെ നല്ലപോലെ വെള്ളം ഉള്ളതായിട്ട് കാണുന്നത്. ഇത് പിന്നെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് അത്യാവശ്യം വലിപ്പെല്ലാം വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലിയ പോട്ടിലേക്ക് നട്ടു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് റീപോർട്ട് ചെയ്യണം. പിന്നെ വീണ്ടും വൈറ്റ് ഏരിയയിലേയ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കാണുന്ന നമ്മുടെ മണി പ്ലാന്റ് ആണ്. ഇത് നന്നായിട്ട് ഹാങ് ആയപ്പോൾ ഞാനതിനെ ഒരു മുളയുടെ സ്റ്റെമ്മ് വെച്ചിട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കൊങ്ങണിപ്പൂവാണ്. ഇത് പിന്നെ കാക്കപ്പൂവ്. കൊങ്ങണിപ്പൂവ് മഞ്ഞ കളറാണ് എൻ്റെ ഉള്ളത്. ഇത് പിന്നെ മുള്ളില്ലാത്ത യൂഫോർബിയ പ്ലാന്റ് ആണ്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഞാൻ ഈ ഭാഗത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ കുറച്ചും കൂടി ഇത് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഗാർഡനിൽ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളൊരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നമുക്കുള്ള പ്ലാന്റ്സ് അത് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ബൈ.